UDF സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗങ്ങളിലുണ്ടായ ഭൂമി നികത്തൽ ഉത്തരവുകളിൽ ഗുരുതര ക്രമക്കേടെന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ കണ്ടെത്തൽ. ഹോപ്പ് മെത്രാൻകായൽ വിഷയങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഉപസമിതിക്ക് ബോധ്യപ്പെട്ടു. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് 127 ഫയലുകളാണ് സമിതി പരിശോധിച്ചത്. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന 4 യോഗങ്ങളിലെ തീരുമാനങ്ങളാണ് AK ബാലൻ കൺവീനറായ ഉപസമിതി പരിശോധിക്കുന്നത്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നാണ് സമിതി പ്രാഥമികമായി കണ്ടെത്തിയത്. റവന്യൂ വകുപ്പിലെ 127 ഫയലുകൾ പരിശോധിച്ചതിലാണ് ഞെട്ടിപ്പിക്കുന്ന ക്രമക്കേടുകൾ ഉപസമിതിക്ക് ബോധ്യപ്പെട്ടത്. മെത്രാൻകായലിൽ 407 ഏക്കർ നിലനികത്തുന്നതിനുള്ള അനുമതി, കരുണ പ്ലാന്റേഷൻസിൽ നിന്ന് നികുതി സ്വീകരിക്കാനുള്ള തീരുമാനം, ഹോപ്പ് പ്ലാന്റേഷന് ഭൂപരിധി ഇളവ് നൽകിയത്, വൈക്കത്ത് ചെമ്പിലും പുത്തൻവേലിക്കരയിൽ സന്തോഷ് മാധവന്റെ കമ്പനിക്കും നിലനികത്താൻ നൽകിയ അനുമതി തുടങ്ങിയ തീരുമാനങ്ങളിലെല്ലാം ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. സമിതി കണ്ടെത്തിയ ക്രമക്കേടുകൾ നിയമ സെക്രട്ടറി വിശദ പരിശോധന നടത്തും. മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അജണ്ടയ്ക്ക് പുറത്തെടുത്ത തീരുമാനങ്ങളും ഉപസമിതി പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്തെ ഉത്തരവുകൾ എങ്ങനെയുണ്ടായെന്ന് അന്വേഷിക്കട്ടെയെന്ന് മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. വിവാദ ഉത്തരവുകളിൽ അന്വേഷണം നടക്കട്ടെ, ഉത്തരവാദിത്തം തന്റെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ട. ഉത്തരവെടുക്കാനുള്ള തീരുമാനം എങ്ങനെയുണ്ടായെന്ന് രമേശ് ചെന്നിത്തല പറയട്ടെയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇതിപ്പോൾ ഭൂമി സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് റവന്യൂ വകുപ്പ് എല്ലാ ഉത്തരവാദിത്വങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം റവന്യൂ വകുപ്പ് തന്നെ ഏറ്റെടുക്കണം എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ആകെ ഉള്ളത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിന് ഉത്തരവ് ഇറക്കി കൊടുത്തു. ഇത് ഉത്തരവ് ഇറക്കിയതിന് ശേഷമാണ് ഞാൻ കാണുന്നത് തന്നെ, ഞാൻ അറിയുന്നത് അതിന് ശേഷമാണ്. ഇതൊക്കെ ഫയലുണ്ടല്ലോ, ഫയലിനകത്ത് അവർ നോക്കട്ടെ. കടമക്കുടിയുടെ കാര്യത്തിൽ, മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ, മറ്റുള്ള വിഷയത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ എന്തെങ്കിലും അതിനകത്ത് എഴുതിയിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടോ, അതൊക്കെ വരട്ടെ, പുറത്തു വരട്ടെ. കൊല്ലം ജില്ലാ കളക്ടറേറ്റ് വളപ്പിൽ ഉഗ്രസ്ഫോടനം. രാവിലെ 10:45-നാണ് ടൈമർ ഘടിപ്പിച്ച ബോംബ് പൊട്ടിത്തെറിച്ചത്. സ്ഫോടനം ആസൂത്രിതമാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവ സമയത്ത് കളക്ടറേറ്റിലെ 5 CCTV ക്യാമറകളുടെയും റെക്കോർഡിംഗ് ഓഫ് ചെയ്തിട്ടുള്ളത് സ്ഫോടനത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. രാവിലെ 10:45-ഓടെയാണ് കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ ഉഗ്രസ്ഫോടനമുണ്ടായത്. പാർക്ക് ചെയ്തിരുന്ന സർക്കാർ ജീപ്പിലാണ് സ്ഫോടനം നടന്നത്. സംഭവ സമയത്ത് നിരവധി പേർ സ്ഥലത്തുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ മുൻസിഫ് കോടതിയുടെ വരാന്തയിലുണ്ടായിരുന്ന കുണ്ട്ര സ്വദേശി സാബുവിന്റെ മൂക്കിന് സാരമായ പരിക്കേറ്റു. വാതിലിൽ തന്നെ നിൽക്കുമായിരുന്നു. ഭയങ്കരമായ ഒരു എക്സ്പ്ലോഷൻ കേട്ടു, ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ എന്തോ വന്നെ അടിയടിച്ച പോലെ അവിടെ പിടിച്ചുകൊണ്ട് ഉടനടി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കോടതി പരിസരത്തു നിന്നും ബാറ്ററിയും വെടിമരുന്നും സ്റ്റീൽ ഷീലുകളും ബോംബ് സൂക്ഷിച്ച ബാഗും പോലീസ് കണ്ടെത്തി. ടൈമർ വെച്ച ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് കരുതുന്നതായി IG മനോജ് എബ്രഹാം പറഞ്ഞു. ബോംബ് തന്നെ ഒരു IED എന്ന് പറയുന്ന ഒരു ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു കുറച്ച് ഇലക്ട്രോണിക്സും ഉണ്ട്, അതിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലോ എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, ഹൈ എക്സ്പ്ലോസീവ് അല്ല. അതിൻ്റെ അകത്ത് സ്പ്ലിൻറ്റേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് വലിയൊരു ഡാമേജ് ചെയ്യാനല്ല. പക്ഷേ സൗണ്ടും ഉണ്ട്, അതിൻ്റെ മെക്കാനിസം എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് എന്തോ അതിൻ്റെ പർപ്പസിനും മറ്റേന്നും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം, ബോംബിൻ്റെ ഭാഗങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതേസമയം സ്ഫോടനത്തിൽ ദുരൂഹതയേറുകയാണ്. സംഭവ സമയത്ത് കളക്ടറേറ്റിലെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 5 ക്യാമറകളുടെയും റെക്കോർഡിംഗ് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ പോലീസ് വിപുലമായ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നാദാപുരം തൂണേരിയിൽ CPM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി. എരഞ്ഞിപ്പാലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മുസ്ലിം ലീഗ് പ്രവർത്തകരടക്കം 17 പേർ പ്രതികളായിരുന്നു. കോടതി നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് മാറാട് പ്രത്യേക കോടതി ജഡ്ജി S കൃഷ്ണകുമാർ ഉത്തരവിട്ടു. തെയ്യമ്പാടി ഇസ്മയിൽ ഉൾപ്പെടെയുള്ള 17 മുസ്ലിം ലീഗ് പ്രവർത്തകരെയാണ് കോടതി വെറുതെ വിട്ടത്. FIR ഫയൽ ചെയ്യാൻ കാലതാമസമുണ്ടായതായി കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണവും കുറ്റപത്രവും വിശ്വാസയോഗ്യമല്ല, സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്ന് കൊല്ലപ്പെട്ട ഷിബിന്റെ പിതാവ് CK ഭാസ്കരൻ പറഞ്ഞു. ഇരകളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പമാണ് നീതിയെന്നും വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ഭാസ്കരൻ പീപ്പിൾ TVയോട് പറഞ്ഞു. നീതി എവിടെ ലഭിച്ചിരിക്കുന്നു? നീതിയല്ല, ഇരകളോടൊപ്പം അല്ല വരുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. സാക്ഷികൾ എന്ന് പറയുന്നത് ശിവന്റെ കൂടെ പരിക്കേറ്റ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. അവരുടെ മൊഴിയല്ലേ സ്വീകരിക്കപ്പെടേണ്ടത്. അന്വേഷണ സംഘത്തിലും നല്ല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ സാക്ഷി വിസ്താരത്തിൽ വളരെ നന്നായിട്ട് സാക്ഷികൾ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഹാജരായി.
അഡ്വക്കേറ്റ് കെ വിശ്വനായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. വിധി പ്രസ്താവം മുൻനിർത്തി കനത്ത സുരക്ഷാ സന്നാഹമായിരുന്നു കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. ഷിബിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട പ്രത്യേക കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ ഉടൻ അപ്പീൽ നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. വസ്തുതകൾ വിലയിരുത്തുന്നതിൽ കോടതിക്ക് ഗുരുതരമായ പിഴവ് പറ്റിയെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ K. വിശ്വൻ പറഞ്ഞു. ഷിബിൻ വധക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കോടതി വിധി അപ്രതീക്ഷിതമാണെന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററുടെ പ്രതികരണം. മാരകമായ പരിക്കേൽക്കുന്നതിന് ഇടയായിട്ടുള്ള ഈ 6 സാക്ഷികളുടെ മൊഴി കോടതി അവിശ്വസിക്കാനിടയായത് വലിയൊരു നിയമപ്രശ്നമായി ഉയർന്നു വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ ഒട്ടും താമസം കൂടാതെ ഈ കാര്യത്തിൽ അപ്പീൽ സമർപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നതിനുള്ള അവസാനത്തെ നിയമപരമായ വഴികളും അന്വേഷിക്കും, അത് തേടും, അത് അവലംബിക്കും. അതിന് CPIM ഉണ്ടാകും. നാദാപുരത്ത് സമാധാനം നിലനിർത്തുന്നതിനായി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും CPIM ഇതിന് മുൻകൈയെടുക്കുമെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. സാമൂഹ്യ സുരക്ഷയും സമാധാനവും തകർക്കുന്ന അക്രമി സംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ K. വിശ്വൻ പറഞ്ഞു. വസ്തുതകൾ വിലയിരുത്തുന്നതിൽ കോടതിക്ക് ഗുരുതരമായ പിശക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംബന്ധിച്ച് എനിക്ക് പ്രതികരിക്കാനുള്ളത്. സാമൂഹ്യ സുരക്ഷ, ജീവസുരക്ഷ അടക്കം അപകടപ്പെടുത്തുന്ന അക്രമികൾക്കുള്ള പ്രോത്സാഹനമായി ഈ വിധിയെ കാണേണ്ടി വരും. നിഷ്പക്ഷരായ സാക്ഷികളെ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ CK ശ്രീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒറ്റപ്പാലത്തെ RSS അക്രമത്തിനെതിരെ മാധ്യമപ്രവർത്തകർ തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. അക്രമം തുടർന്നാൽ സ്വയം പ്രതിരോധത്തിന് മാധ്യമപ്രവർത്തകർക്ക് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് KUWJ ജനറൽ സെക്രട്ടറി C. നാരായണൻ പറഞ്ഞു. RSS അതിക്രമത്തിനെതിരെ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം അലയടിക്കുന്നതായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച്. ജനാധിപത്യത്തിനെതിരെ നടന്ന കടന്നാക്രമണത്തിൽ മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത്. അക്രമം തുടരുകയാണെങ്കിൽ സ്വയം പ്രതിരോധത്തിന് മാധ്യമപ്രവർത്തകർക്ക് മറ്റു വഴികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KUWJ ജനറൽ സെക്രട്ടറി C. നാരായണൻ മുന്നറിയിപ്പ് നൽകി. ഇതൊരു പതിവ് സ്വഭാവമാണെങ്കിൽ നമുക്കും യഥാർത്ഥത്തിൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരാവുകയും ഇത്തരം അനാസ്ഥക്കെതിരെ ആശയപരമായി നമ്മൾ വലിയ പ്രതിഷേധങ്ങൾ എല്ലാ തലത്തിലും ഉയർത്തുകയും ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് A. അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. C. റഹീം, BS പ്രസിഡന്റ് S. ബിജു, ശ്യാം എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റപ്പാലത്ത് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്കു നേരെയുണ്ടായ ആക്രമം അപലപനീയമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ നേരെ നടക്കുന്ന ഏത് കടന്നാക്രമണങ്ങളും അപലപനീയമാണ്. മാധ്യമ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കടമയാണ്. അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയോ ഒരു ഭാഗത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. കേരളത്തിൽ ഇതപര്യന്തരം കഴിഞ്ഞ കുറേ നാളുകളോളമായി മാധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങളും ഈ സ്വാതന്ത്ര്യ ധ്വംസന ശ്രമങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാം അപലപനീയമാണ്. ഒറ്റപ്പാലം ആക്രമണത്തിന് നേതൃത്വം നൽകിയ RSS നേതാവ് വിഷ്ണുവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഞാറക്കലിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിയായ ഇയാൾക്കെതിരെ സ്വദേശമായ വട്ടിയൂർക്കാവിലും കേസുകളുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം പ്രതികളെ തള്ളിപ്പറയാതെ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് BJP പാലക്കാട് ജില്ലാ നേതൃത്വം രംഗത്തെത്തി. ഒറ്റപ്പാലം കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്ത RSS നേതാവ് വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ വിഷ്ണുവിനായി അന്വേഷണം നടക്കുകയാണ്. വിഷ്ണുവിനൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടത് പട്ടാമ്പി-ഒല്ലൂർ സ്വദേശികളായ മോനുവാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ചെർപ്പുളശ്ശേരി, നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെയും പോലീസ് തിരയുന്നുണ്ട്. അക്രമത്തിനിരയായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 3 പേർക്കെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. അക്രമത്തിൽ ഖേദപ്രകടനവുമായി രംഗത്തുവന്ന പാലക്കാട് ജില്ലാ BJP നേതൃത്വം കൊലവിളി നടത്തിയവരെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. നെല്ലായ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് കോടതി വളപ്പിലുണ്ടായിരുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. മൊബൈലിൽ പിക്ചർ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കുന്നു എന്ന്
അവിടെ കൂടിയ ഈ പ്രതികളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ പിന്നീട് നടന്ന സംഭവങ്ങൾ നമ്മളെല്ലാവരും വിവിധ ചാനലുകളിൽ കണ്ട സംഭവങ്ങൾ വളരെ ദൗർഭാഗ്യകരമാണ് ആ സംഭവം നടന്നത്. മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകരെ രാഷ്ട്രീയമായി വേർതിരിച്ചു കാണാനുള്ള ശ്രമവും ഇവർ നടത്തി. അക്രമത്തിലും BJP നിലപാടിലും KUWJ ജില്ലാ കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. കേസുമായി മുന്നോട്ടു പോകാനും പ്രതിഷേധ യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ടെലിവിഷൻ ഫെഡറേഷൻ കൊച്ചിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവായി നിയമിതനായ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിനെ യോഗം ആദരിച്ചു. KTF പ്രസിഡന്റും ഏഷ്യാനെറ്റ് MD-യുമായ K. മാധവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. SBT അടക്കം 6 ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. രാജ്യാന്തര തലത്തിൽ മത്സരിക്കാൻ വൻകിട ബാങ്കുകളാണ് ആവശ്യമെന്ന നിർദ്ദേശത്തോട് കേന്ദ്ര സർക്കാരും യോജിച്ചു. ലയനം പൂർത്തിയാകുന്നതോടെ നിക്ഷേപ വായ്പാ തന്ത്രങ്ങളിലും വലിയ മാറ്റമുണ്ടാകും. കേരളം ആസ്ഥാനമാക്കിയുള്ള ഏക പൊതുമേഖലാ ബാങ്കായ SBT അടക്കം 6 ബാങ്കുകൾ SBIയിൽ ലയിപ്പിക്കാനുള്ള തീരുമാനത്തിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. SBTയെ കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് എന്നിവയും ഭാരതീയ മഹിളാ ബാങ്കുമാണ് ലയിപ്പിക്കുക. രാജ്യാന്തര തലത്തിലെ മത്സരത്തിനായി കോർപ്പറേറ്റ് ബിസിനസ് ബാങ്ക് എന്ന ലക്ഷ്യത്തിനായാണ് ലയനം നടപ്പാക്കുന്നത്. എന്നാൽ SBT അടക്കം SBIയിൽ ലയിപ്പിക്കുന്നതോടെ ദേശീയ കോർപ്പറേറ്റ് താൽപര്യം പരിഗണിക്കുന്ന നിക്ഷേപ വായ്പാ നയങ്ങളാകും ബാങ്ക് കൈക്കൊള്ളുക എന്ന വിമർശനം സജീവമാണ്. വിദേശ വിപണിയിലെ ബിസിനസ് ആവശ്യമായ വൻകിട വായ്പകൾക്കാകും ലയനശേഷം ബാങ്ക് മുൻഗണന നൽകുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭവന, വിദ്യാഭ്യാസ, സ്വർണ്ണപ്പണയ വായ്പകൾ നൽകിയിട്ടുള്ളതും SBT ആയിരുന്നു. സംസ്ഥാനത്തെ ബിസിനസിന്റെ 4/1 ഭാഗം കൈകാര്യം ചെയ്തിരുന്നതും SBT ആണ്. ലയന നീക്കത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ SBTയുടെ 1177 ശാഖകളും SBIയിൽ ലയിപ്പിക്കും. SBT SBIയിൽ ലയിപ്പിക്കുന്നതോടെ ജീവനക്കാരെ പുറന്തള്ളാനും ഇടപാടുകൾ ചുരുക്കാനും സാധ്യതയേറെയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ ലയന നടപടികൾ ഉടൻ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫാക്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനു കീഴിലുള്ള 32 പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലേക്ക്. നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ സർക്കാർ ഓഹരി 49% കുറയ്ക്കാനും 26 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമാണ് നീതി ആയോഗ് ശുപാർശ ചെയ്തത്. ഓഹരി വിറ്റഴിക്കലിലൂടെ ഈ സാമ്പത്തിക വർഷം 56,500 കോടി രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. FSCT, എയർ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം, മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ നഷ്ടത്തിലുള്ള 32 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങിയത്. നഷ്ടത്തിലുള്ള 74 സ്ഥാപനങ്ങളിൽ 26 അടച്ചുപൂട്ടാനും നീക്കമുണ്ട്. ഇത് സംബന്ധിച്ച ശുപാർശ നീതി ആയോഗ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 14 ഹോട്ടലുകളും സ്വകാര്യവൽക്കരിക്കും. ഓഹരി വിറ്റഴിക്കൽ വഴി 56,500 കോടി രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. ഫാക്ട് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ 51% ഓഹരികൾ വിറ്റഴിച്ച് സർക്കാർ വിഹിതം 49% ചുരുക്കാനാണ് ശുപാർശ. രാസവള നിർമ്മാണ രംഗത്ത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഫാക്ട് നഷ്ടത്തിലായതോടെയാണ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ തുടങ്ങിയത്. രാസവള നിർമ്മാണ രംഗത്ത് രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുമെന്നും ഫാക്ട് പുനരുദ്ധാരണ പാക്കേജ് പരിഗണിക്കുമെന്നുമുള്ള കേന്ദ്ര രാസവള മന്ത്രി അനന്ത്കുമാർ നേരത്തെ നടത്തിയ പ്രഖ്യാപനം ഫാക്ടിന് പ്രതീക്ഷ പകർന്നിരുന്നു. എന്നാൽ പുനരുജ്ജീവനത്തിനായി കേന്ദ്ര പാക്കേജ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഫാക്ടിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നീതി ആയോഗിന്റെ ശുപാർശ. ഓഹരി വിറ്റഴിക്കലിനു മാത്രമായി അരുൺ ഷൂറിയുടെ ചുമതലയിൽ പ്രത്യേക മന്ത്രാലയമുണ്ടാക്കിയത് AB വാജ്പേയി നേതൃത്വം നൽകിയ NDA സർക്കാരാണ്. ഇപ്പോൾ അധികാരത്തിലുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDA സർക്കാരും സ്വകാര്യവൽക്കരണ നയം കൂടുതൽ ഊർജിതമായി നടപ്പിലാക്കുകയാണ്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. കോർപ്പറേറ്റ് വൽക്കരണം ലക്ഷ്യമിട്ട് ബാങ്ക് ദേശവൽക്കരണത്തെ തകിടം മറിക്കാനുള്ള നീക്കം കേരളത്തിന്റെ പൊതുപ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിദേശ മൂലധനത്തിന് നമ്മുടെ ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ആപൽക്കരമായ ലക്ഷ്യം. കോർപ്പറേറ്റ് വൽക്കരണമാണ് ബാങ്കിംഗ് മേഖലയിൽ നടക്കാൻ പോകുന്നത്. ഇത് ബാങ്ക് ദേശവൽക്കരണം വഴി ലക്ഷ്യമിട്ടിട്ടുള്ള നയത്തിൽ നിന്നുള്ള
വലിയൊരു പിറകോട്ട് പോക്കാണ്. സംസ്ഥാനത്തെ ധനസ്ഥിതി വിശദീകരിക്കുന്ന ധവളപത്രമിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് മെഡിക്കൽ കൌൺസിലിനെ അറിയിക്കും. അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ പ്രവേശനം നടത്താനുള്ള മുൻ സർക്കാരിന്റെ നീക്കം വിമർശിക്കപ്പെട്ടിരുന്നു. അതേസമയം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 സീറ്റിന്റെ എണ്ണത്തിൽ 20% വർധനവ് വരുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തീർത്തും പരിതാപകരമായ സാഹചര്യത്തിലാണ് സർക്കാർ ധവളപത്രം ഇറക്കുന്നത്. സാമ്പത്തിക സ്ഥിതി വിശദീകരിച്ച് ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭ ധനവകുപ്പിന് അനുമതി നൽകി. ബജറ്റിനൊപ്പമായിരിക്കും ധവളപത്രമെന്നാണ് സൂചന. കഴിഞ്ഞ സർക്കാർ അവസാന കാലത്ത് പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിനെ അറിയിക്കും. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തിരക്ക് പിടിച്ച് തീരുമാനമെടുത്താൽ മെറിറ്റിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും കൂട്ടിച്ചേർത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാനുള്ള ധൃതി പിടിച്ച നീക്കം നേരത്തെ വിമർശിക്കപ്പെട്ടിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി രഞ്ജിത്ത് തമ്പാനെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.